എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ആ ടിവിയുടെ ഓളിയൊന്ന് കൂട്ടിയരാ. ബന്ധപ്പെട്ട ആളുകൾക്ക് അത് മന്ത്രിയായാലും ശരിയാണ്, കേന്ദ്രത്തിലേക്കുള്ള സ്ഥാനപതിയാണെങ്കിലും ശരിയാണ്, കണക്കുകൾ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തത കൂടും. അല്ലെങ്കിൽ വ്യക്തതയുള്ള ആളുകളെ വേണം തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരുത്താൻ, മന്ത്രിമാർക്ക് കൃത്യമായിട്ട് ഉപദേശം കൊടുക്കാൻ, അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാനും നിയോഗിക്കണം. ഇവിടെ നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊരു കുത്തഴിഞ്ഞ പുസ്തകമാണ്. ഈ ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് പ്രത്യേകിച്ച് പണ്ട് മുതലേ നാഥനിലെ കളിയാണ്. എത്ര രൂപ എവിടെ നിന്നൊക്കെ കിട്ടുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു, ആരുടെയൊക്കെ കയ്യിൽ പോകുന്നു, ഇത് എന്താവശ്യത്തിന് ചെലവാക്കുന്നു, ഇതിനെ കുറിച്ചൊന്നും ഒരു കാലത്ത് ഒരു വ്യക്തത ഉണ്ടായില്ല. ഇപ്പോഴും ആ സ്ഥിതി തന്നെ തുടരും. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മന്ത്രിക്ക് അറിയില്ല ആശമാരാരാണ്. ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ. അവരുടെ ഓണററിയും എത്രയാണ്, അതിന് കേന്ദ്രത്തിൽ നിന്ന് എത്രയാണ് കിട്ടുന്നത്, സംസ്ഥാനത്തിൽ നിന്ന് എത്രയാണ് കൊടുക്കുന്നത്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് കണ്ടെത്തുന്നത്, ഇത് വർദ്ധിപ്പിച്ചാൽ എന്ത് പ്രത്യാഘാതമുണ്ട്, ഇതൊന്നും അവർക്കറിയില്ല. അതേ സമയത്ത് അവര് പറയുന്നു ഇനിയിപ്പോ ഇവരെന്തെങ്കിലും കമ്മിറ്റ് ചെയ്താലും അത് കൊടുക്കാൻ പറ്റുകയില്ല. ധനകാര്യ വകുപ്പിന്റെ കൺകറൻസ്. എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുക. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. മന്ത്രിമാരുടെ ഊരിയിട്ടലിനും നാടമുറിക്കലിനും കല്ലിടലിനും ഒഴിച്ച്, അല്ലെങ്കിൽ PSC മെമ്പർമാരുടെ അതുപോലുള്ള ചില ആളുകളുടെ ഒഴിച്ച് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ ചില റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങൾ ദൈനംദിന അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കുന്നത് ഒഴിച്ച് പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ബാക്കി എല്ലാ കാര്യത്തിലും നിയന്ത്രണം നമുക്കറിയാം. അപ്പൊ അങ്ങനെ നിയന്ത്രിച്ച് ഇനി നിയന്ത്രിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഈ ആശ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കാൻ പറ്റിയ അവസ്ഥയിൽ അതാണ് ധനകാര്യമന്ത്രിയോട് ചോദിക്കണം എന്ന് പറഞ്ഞ എന്റെ ഒന്നാമത് ഇവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് യാതൊരു ബോധ്യമില്ല. രണ്ടാമത് CITU അല്ലാതെ ഒരു സംഘടനയുടെ സമരത്തിന്റെ ഫലമായിട്ട് എന്തെങ്കിലും ആനുകൂല്യം 50 പൈസയെങ്കിലും വർദ്ധിപ്പിച്ച അത് മൊത്തത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാർമ്മികത, രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കുന്നതല്ല എന്നൊരു തോന്നൽ കൂടി അവർക്ക് മാത്രമല്ല ഭരണം നിയന്ത്രിക്കുന്ന ആളുകൾക്കും. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. അതുകൊണ്ടാണ് ചിലർ ഇതിനെ ഇർക്കിൽ സമരം അല്ലെങ്കിൽ പാട്ടകുലുക്കി പാർട്ടിയുടെ സമരം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ച് അശ്ലീല പരാമർശങ്ങൾ വരുന്നത്. അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇതിന്റെ സത്യം തുറന്നു പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം കൂട്ടിക്കൊടുക്കാവുന്ന ഒരു നിലപാട്, ഒരു സമീപനം സ്വീകരിക്കുകയോ ചെയ്യില്ല. എന്നെ സംശയിക്കരുത്. പിന്നെ ഈ പാർട്ടിയെ വിമർശിക്കുന്നവരൊക്കെ പാർട്ടിയുടെ ശത്രുക്കളാണ് എന്നൊരു ചിന്താഗതി. നമ്മുടെ നവകേരള സദസ് നടക്കുന്ന സമയത്താണല്ലോ അടിമാലിയിലും മറിയക്കുട്ടി എന്ന് പറഞ്ഞ വളരെ അവയോധികയായ ഒരു വനിത പിച്ചച്ചാട്ടി സമരം നടത്തി. അവരെ കുറിച്ച് എന്തൊക്കെ അസംബന്ധമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവരുടെ മകൾ സ്വിറ്റ്സർലൻഡിലാണ്, ഇവർക്ക് ഇന്ന സർവേ നമ്പറുകളിൽ വസ്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ അസംബന്ധമാണെന്ന് തെളിഞ്ഞതിന് ശേഷം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തിരുത്തൽ വരുത്തുക ഒന്നും ചെയ്തു. അപ്പൊ അത് തന്നെയാണ് ഈ ആശമാരുടെ കാര്യത്തിൽ നടക്കുന്നത്. ആദ്യം ഇർക്കിലി പാർട്ടികളുടെ സമരമാണെന്ന് പറഞ്ഞു, പിന്നെ പാട്ടപ്പിരിവുകാരാണെന്ന് പറഞ്ഞു, പിന്നെ അവരെ കുറിച്ച് അശ്ലീല പരാമർശങ്ങൾ നടത്തി. അസഭ്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ കണ്ട് ആരെങ്കിലും അനുഭാവപൂർണമായ ഒരു സമീപനം ഇതിനോട് സ്വീകരിച്ചോ? ഇല്ല. സ്വീകരിക്കുമോ? അതുമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ളൊരു അവസരം. ഇനി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ CITUവിന്റെ ആവശ്യപ്രകാരം വർദ്ധിപ്പിക്കും. വേറെ ആരാവശ്യപ്പെട്ടാലും വർദ്ധിപ്പിക്കുക. അതാണ് ഇതിന്റെ ഒരു ആകത്തുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കണം. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? നിർമ്മലാ സീതാരാമൻ തുറന്ന മനസ്സോടെ ഈ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ പോലും കേരളത്തിന്റെ ഭാഗത്ത് കൃത്യമായ ഫലപ്രദമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകണം. അതുണ്ടാകുകയില്ല. അതാണ് പ്രശ്നം. അപ്പോ ഈ അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറഞ്ഞ പോലെ പറഞ്ഞപ്പോ നമ്മൾ ആശാ വർക്കർമാരുടെ കാര്യം പറഞ്ഞു, പക്ഷെ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞു. ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? ആ രീതിയിലുള്ള ഒരു സമീപനം അവിടെ ഇവിടെ ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഈ പ്രശ്നം തീർക്കണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമം കേരള സർക്കാരിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ആരോഗ്യ അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ
നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.